ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ചെടി വെച്ച് ഒരു ടവർ സെറ്റ് ചെയ്യുന്നതാണ്. ഈ ചെടിയെ ചോക്ലേറ്റ് ചെടി, സൺസെറ്റ് ബെൽസ് എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഈ ചെടിയുടെ പേര് എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ പൂക്കൾ 2 ഷെയ്ഡിലാണ് വരുന്നത്, ഓറഞ്ച് ഷെയ്ഡും യെല്ലോ ഷെയ്ഡുമേ. ഇതിൻ്റെ ലീഫ് ഏകദേശം എപ്പീഷ്യ ചെടിയുടെ ലീഫ് പോലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ചോക്ലേറ്റിൻ്റെ കളറാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത്. നമുക്ക് ടവർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പോട്ടെടുത്ത് അതിലോട്ട് മണ്ണ് ഫില്ലാക്കി കൊടുക്കാം. ഇതുപോലെ മണ്ണ് നിറച്ച ശേഷം നല്ല വലുപ്പമുള്ള ഒരു നീളമുള്ള കമ്പി എടുത്ത് ഈ പോട്ടിലോട്ടൊന്ന് കുത്തി സെറ്റാക്കി കൊടുക്കണം. നല്ല ടൈറ്റിൽ തന്നെ ഇരിക്കണം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഗ്രോ ബാഗ് സെറ്റ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഇത് നല്ല ടൈറ്റിൽ തന്നെ സെറ്റാക്കണേ. കമ്പി ഇതുപോലെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഗ്രോ ബാഗാണ്. ഞാൻ ഈ ഗ്രോ ബാഗ് ഫ്ലിപ്കാർട്ടിൽ നിന്നും ഓർഡർ ചെയ്തതാണ്. നല്ല ഗ്രോ ബാഗാണ്. അത്യാവശ്യം നല്ല കട്ടിയുമുണ്ട്, നല്ല വലുപ്പവുമുണ്ട്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ടാഗ് ചെയ്തേക്കാം. നമുക്ക് ഗാർഡനിലോട്ടൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. എനിക്ക് എന്തായാലും ഈ പ്രൊഡക്റ്റ് നല്ല ഇഷ്ടപ്പെട്ടെ. നമുക്ക് ഇനി ഈ ഗ്രോ ബാഗിൽ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കണം. കമ്പിയുടെ മുകളിൽ കൂടി കയറ്റാൻ വേണ്ടിയാണ് ഈ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളും ഇതുപോലെ വ്യത്യസ്തമായ രീതിയിൽ ചെടികളൊക്കെ സെറ്റ് ചെയ്യാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ ഹോൾസ് ഇട്ട ശേഷം നമുക്ക് ഈ കമ്പിയുടെ മുകളിൽ കൂടി താഴോട്ട് ഇറക്കി കൊടുക്കാം. ഇതുപോലെ സെറ്റാക്കി ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പോട്ടി മിക്സ് നിറച്ചു കൊടുക്കാം. ഞാനിവിടെ മണ്ണും ചാണകപ്പൊടിയും കരിയില കമ്പോസ്റ്റുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് പോട്ടിംഗ് മിക്സ് വേണമെങ്കിലും എടുക്കാം. സാധാ മണ്ണായാലും ഒരു കുഴപ്പവുമില്ല. ഈ ചെടിക്ക് വലിയ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ചെടിയാണ്. ഇതിലോട്ട് നമുക്കൊന്ന് നിറച്ച് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ ഐഡിയകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഗാർഡൻ നല്ല മനോഹരമായിരിക്കുവേ. ഇതുപോലെ മണ്ണ് നമുക്ക് നിറച്ച് കൊടുക്കണം. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ഇങ്ങനത്തെ ചെടി ഉണ്ടാകും. ഇതുപോലെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഗ്രോ ബാഗും ഇതുപോലെ നിറച്ച് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ ഇതിൻ്റെ അടിഭാഗത്തും ഹോൾസ് ഇട്ട് കൊടുക്കാം. പണ്ട് കാലത്തൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു ചെടിയായിരുന്നു ഇത്. ഇപ്പോൾ ആരുടെ വീട്ടിലും ഇതുപോലത്തെ ചെടിയൊന്നും കാണാറില്ലേ. എല്ലാവരും ഈ ചെടിയൊക്കെ കളഞ്ഞ് പുതിയ പുതിയ ചെടികൾ വയ്ക്കാൻ തുടങ്ങിയേ. ഇത് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഓണക്കാലമാവുമ്പോൾ ഇത് നിറച്ച് പൂക്കുമല്ലോ. അപ്പോൾ സ്കൂളിൽ പൂക്കൾ കൊണ്ടുവരാൻ പറയുമ്പോൾ ഞാനൊക്കെ ഈ പൂവാണ് കൂടുതലും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇതൊരു നൊസ്റ്റാൾജിക് ഓർമ്മ കൂടിയാണ് ഈ ചെടി കാണുമ്പോൾ. ഇതുപോലെ ഞാൻ പോട്ടി മിക്സ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 ഗ്രോ ബാഗിലായിട്ട് ഞാൻ പോട്ടി മിക്സ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ഗ്രോ ബാഗിലും ഇതുപോലെ തന്നെ പോട്ടി മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ 3 ഗ്രോ ബാഗ് നിറച്ച് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ടവർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചെടി വെച്ച് കൊടുക്കാം. ഇത് ഞാൻ ഇവിടുന്ന് പറമ്പിൽ നിന്നും പറിച്ചെടുക്കുന്നതാണ്. ഇതിൻ്റെ തൈകൾ ഒത്തിരി പറമ്പിൽ കിളുത്ത് വന്നിട്ടുണ്ട്. ഇത് ഒരു വളവും ഇടാതെ നമ്മുടെ പറമ്പിൽ കിളുത്ത് വന്നതാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ ഇതിൻ്റെ ലീഫ്. ഇനി നമുക്ക് ഇതിനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ടവറിലോട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓരോ ചെടിയും ഇതിൻ്റെ അടിഭാഗത്തെ പോട്ടിൽ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം.
അതിൻ്റെ ചുറ്റുപാടും പോട്ടിൻ്റെ ചുറ്റും സെറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഗ്രോ ബാഗിൻ്റെ ഇടയിലായിട്ട് ഈ ചെടി ഓരോന്നും സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഈ ടവർ മുഴുവനായിട്ടും ഇത് നിറഞ്ഞ് നിൽക്കുന്ന പോലെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ ഓരോ ചെടി വീതം സെറ്റ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം ചെടികളുടെ ആവശ്യമുണ്ട്. ഇതിപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്ന ചെടി മൊത്തം ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെടിയെല്ലാം താഴോട്ട് കിടക്കുവാണ്. അതുകൊണ്ട് നമുക്ക് ഇതിലൊരു ത്രെഡ് വെച്ച് കെട്ടി ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവേ. ത്രെഡ് വെച്ച് കെട്ടുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്. ഇത് മുഴുവനും ഞാനിവിടെ ത്രെഡ് വെച്ച് കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ ചെടി കാണാൻ. ഇത് മുഴുവനായും പൂത്തു നിൽക്കുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗിയെ. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണല്ലോ. നല്ല ഒരു കളറാണ് ഇതിൻ്റെ ലീഫ്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. എങ്കിലും ഇത് നിറച്ച് പൂത്തു നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കൂടുതൽ അറിയാൻ സാധിക്കുക. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് നല്ല ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.